നമസ്കാരം. വെറുതെയല്ല മോദി ഭരണകൂടം രാജ്യത്തെ സംബന്ധിച്ച ഒരു ഡേറ്റയും പുറത്തുവിടാത്തത്. ഡാറ്റ പുറത്തുവിട്ടാൽ ഗുജറാത്ത് മോഡൽ എന്ന പേരിൽ കെട്ടിപ്പൊക്കിയ വ്യാജ നിർമ്മിതി തകർന്ന് തരിപ്പണമാകും എന്നതുകൊണ്ടാണ് മോദി സർക്കാർ അതിന് മുതിരാത്തത്. പക്ഷേ ഒരുപാട് കാലം രാജ്യത്തെ യഥാർത്ഥ സാഹചര്യം പുറത്തുവിടാതെ ഇരുട്ടിൽ നിർത്താനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രസക്തമാവുന്നത്. ഗുജറാത്ത് മോഡൽ ഒരു സാമ്പത്തിക വിജയഗാഥ എന്ന് പരക്കെ പ്രകീർത്തിക്കപ്പെട്ട സൗധമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വൻതോതിൽ ഉപയോഗിച്ച മാതൃകയായിരുന്നല്ലോ ഗുജറാത്ത് മോഡൽ വികസനം. നീതി ആയോഗ് ഈ ആഴ്ച പുറത്തിറക്കിയ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അവലോകനത്തിന്റെ പുരോഗതി 2023 എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് കാണിക്കുന്നത് ഗുജറാത്തിൽ 11.66% പേരും ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നാണ്. സ്ഥിതിവിവര കണക്ക് മന്ത്രാലയത്തിന്റെ 2021-22 കണക്കുകൾ പ്രകാരം ഗുജറാത്തിന്റെ വാർഷിക പ്രതിശീർഷ വരുമാനം 2.5 ലക്ഷം രൂപ മാത്രമാണ്. റിപ്പോർട്ട് ദാരിദ്ര്യത്തെ കണക്കാക്കുന്നത് വരുമാനത്തിന്റെ മാനദണ്ഡം മാത്രം വെച്ചല്ല, മറിച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയുടെ പാരാമീറ്ററുകളിലെ ദാരിദ്ര്യം കണക്കിലെടുത്താണ്. അവ മൊത്തം 12 ഉപസൂചകങ്ങളായി തിരിച്ചിരിക്കുന്നു. 2021 ഗുജറാത്തിലെ ജനസംഖ്യയിലെ 11.7% അതീവ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞത്. ലളിതമായി പറഞ്ഞാൽ 2016 മുതൽ 21 വരെയുള്ള 5 വർഷ കാലയളവിൽ ഗുജറാത്തിൽ 15 പേരിൽ ഒരാൾക്ക് മാത്രമേ അതിദാരിദ്ര്യത്തെ മറികടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. പോഷകാഹാരത്തിന്റെ കാര്യത്തിൽ ഗുജറാത്തിലെ 38.09% കുടുംബങ്ങളിലും ഒരംഗമെങ്കിലും പോഷകാഹാരക്കുറവ് നേരിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മറ്റൊരു ഉദാഹരണം ശുചിത്വമാണ്. 2021 ഗുജറാത്തിലെ 26 കുടുംബങ്ങളും ശുചിത്വ പാലനത്തിന് സൗകര്യങ്ങളില്ലാതെയാണ് കഴിഞ്ഞത്. ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്തവർ 2021 ആയപ്പോഴേക്കും 5.3% ആയതായി റിപ്പോർട്ട് പറയുന്നു. 2021 ആയപ്പോഴേക്കും ഗുജറാത്തിൽ ദാരിദ്ര്യ തീവ്രത 43.25% മാറി. ഉയർന്ന വ്യാവസായിക വളർച്ചയുണ്ടെന്ന് കൊട്ടിഘോഷിച്ചിട്ടും വികസിത സംസ്ഥാനമെന്ന് തള്ളിമറിച്ചിട്ടും 10% താഴെ മാത്രം ആളുകൾ ബഹുമുഖ ദാരിദ്ര്യത്തിൽ കഴിയുന്ന 14 സംസ്ഥാനങ്ങളുടെ പട്ടികയിലെത്താൻ ഗുജറാത്തിന് കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. 1-2 മോദി സർക്കാരുകൾ രാജ്യം ഭരിക്കുന്ന കാലത്താണ് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനം ഇത്രമാത്രം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഗവൺമെന്റിന്റെ കോട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനു മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ടുകളെ തമസ്കരിച്ച പോലെയോ തയ്യാറാക്കിയവരെ രാഷ്ട്രീയമായി നേരിട്ട് തള്ളിപ്പറഞ്ഞതുപോലെയോ നീതി ആയോഗിന്റെ റിപ്പോർട്ട് തള്ളിക്കളയാൻ മോദിക്കാവില്ല. അത് മലർന്നു കിടന്ന് തുപ്പലാവും എന്നതാണ് കാര്യം.